ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡ് മണിക്ക ടെക്സ്റ്റ് ബുക്കിൻ്റെ 7th ചാപ്റ്ററായ തരവേ നമോ അസ്തുവിൻ്റെ എക്സസൈസ് എക്സ്പ്ലനേഷൻ ആണ്. നമുക്ക് നോക്കിയാലോ. സംസ്കൃത ഭാഷയ ഏകപദേന ഉത്തരം ലിഖത്. സംസ്കൃത ഭാഷയിൽ വൺ വേർഡിൽ ആൻസർ എഴുതുക. സത്പുരുഷാഹ ഇവ കേ സന്തി. സജ്ജനരെ പോലെ ആരാണുള്ളത്? വൃക്ഷാഹ മരങ്ങൾ. അർത്ഥിനഃ കേഭ്യോ നിരാശാഹ നായാന്തി. ചോദിക്കുന്നവൻ ആരാലാണ് നിരാശപ്പെടാതിരിക്കുക? വൃക്ഷേഭ്യഃ അതായത് മരത്താൽ. വൃക്ഷഃ കസ്യ സുഖസ്യ ഹേതോഹു സർവം അർപ്പയതി. മരം ആരുടെ സുഖത്തിനായിട്ടാണ് എല്ലാം അർപ്പിക്കുന്നത്? അന്യസ്യ മറ്റുള്ളവരുടെ. ആമ്രഃ ജനാനാം അതിതാപം കയാദലയതി. മാവ് ജനങ്ങളുടെ അതീവ താപത്തെ, ജനങ്ങൾ അനുഭവിക്കുന്ന ചുട്ടുപൊള്ളുന്ന താപത്തെ എന്താലാണ് അകറ്റുന്നത്? ഛായയാ അതായത് തണലാൽ. അടുത്ത ചോദ്യം നോക്കാം. കസ്യ തരോഹു കടുതാ ദാഹഹന്ത്രി. ഏത് മരത്തിൻ്റെ കയ്പാണ് വേദനയെ ഇല്ലാണ്ടാക്കുക? നിംബവൃക്ഷസ്യ അതായത് വേപ്പിൻ മരത്തിൻ്റെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചന്ദനസ്യ ശാഖാഹ കൈരാശ്രിതാഹ. ചന്ദന മരത്തിൻ്റെ ശാഖകളിൽ ആരാലാണ് ആശ്രയിക്കപ്പെട്ടിരിക്കുന്നത്? ബിഹംഗൈഹി അതായത് പക്ഷികളാൽ. കസ്യ മൂലം ഭുജംഗൈഹി ആശ്രിതം. ആരുടെ വേരിലാണ്, അതായത് ഏത് മരത്തിൻ്റെ വേരിലാണ് പാമ്പാൽ ആശ്രയപ്പെട്ടിരിക്കുന്നത്? അതായത് ഏത് മരത്തിലാണ് പാമ്പ് ആശ്രയം പ്രാപിച്ചിരിക്കുന്നത്? ചന്ദനപാദപസ്യ ചന്ദനമരത്തിൻ്റെ. അടുത്ത ചോദ്യം നോക്കാം. സംസ്കൃത ഭാഷയ പൂർണ്ണവാക്യേന ഉത്തരം ലിഖത്. സംസ്കൃത ഭാഷയിൽ കംപ്ലീറ്റ് സെൻറ്റൻസിൽ ആൻസർ എഴുതുക. വൃക്ഷാഹ പരേഭ്യഃ കിം കുർവന്തി. മരം മറ്റുള്ളവർക്കായിട്ട് എന്താണ് ചെയ്യുന്നത്? വൃക്ഷാഹ പരേഭ്യഃ ഛായാം കുർവന്തി. മരം മറ്റുള്ളവർക്ക് തണലേൽകുന്നു. മഹിരുഹാഹ കിമർത്ഥം ധന്യാഹ. വൃക്ഷം എന്താലാണ് ധന്യമായിരിക്കുന്നത്? മഹിരുഹേഭ്യ അർത്ഥിനഃ നിരാശാഹ ന യാന്തി അതഃ തേ ധന്യാഹ. വൃക്ഷത്താൽ ചോദിക്കുന്നവൻ നിരാശപ്പെടാറില്ല, നിരാശപ്പെടുകയില്ല. അതുകൊണ്ടാണ് അവ ധന്യമാകുന്നത്, ശ്രേഷ്ഠമാകുന്നത്. അടുത്ത ചോദ്യം നോക്കാം. തരവഃ കൈഹി സാധനൈഹി അപരേക്ഷാം കാമാൻ വിതൻവതേ. വൃക്ഷം എന്തൊക്കെയാലാണ് മറ്റുള്ളവരുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുക? പത്രപുഷ്പഫലച്ഛായ മൂലവൽക്കലദാരുഭിഃ ഗന്ധനിര്യാസഭസ്മ അസ്തി തൂക്മൈഃ തരവഃ അപരേഷാം കാമാൻ വിതൻവതേ. ഇല, പൂവ്, ഫലം, തണല്, വേര്, മരത്തോല്, സുഗന്ധം, നീര്, ഭസ്മം, കമ്പുകളിലുള്ള ആന്തരിക ഭാഗം, തോല് എന്നിവ നൽകി അനേകം ആഗ്രഹങ്ങളാണ് പൂർത്തീകരിക്കുക. അടുത്ത ചോദ്യം നോക്കാം. ചന്ദനപാദപസ്യ വിവിധാനി അംഗാനി കൈഹി ആശ്രിതാനി. ചന്ദനമരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആരാലാണ് ആശ്രയം പ്രാപിച്ചിരിക്കുന്നത്, ആശ്രിതമായിരിക്കുന്നത്? ചന്ദനപാദപസ്യ മൂലം ഭുജംഗൈഃ ശിഖരം പ്ലവംഗൈഃ ശാഖാഃ വിഹംഗൈഃ കുസുമാനി ച ഭൃംഗൈഃ ആശ്രിതാനി. ചന്ദനമരത്തിൻ്റെ വേരിൽ പാമ്പാലും ശിഖരങ്ങളിൽ വാനരന്മാരാലും കുരങ്ങന്മാരാലും ശാഖകളിൽ പക്ഷികളാലും പൂക്കളിൽ പൂമ്പാറ്റകളാലുമാണ് ആശ്രയിച്ചിരിക്കുന്നത്.
ആശ്രിതമായിരിക്കുന്നത്. മൂഢമനുജാഹ കിം ഗായന്തി, വിഡ്ഢികളായ ജനങ്ങൾ എന്താണ് പാടുന്നത്? മൂഢമനുജാഹ നിംബവൃക്ഷസ്യ ദോഷഗാഥാഹ ഗായന്തി, വിഡ്ഢികളായ ജനങ്ങൾ വേപ്പിൻ മരത്തിൻ്റെ കുറ്റമാണ് പാടി നടക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. വൃക്ഷഃ അന്യസുഖസ്യ ഹേതോഃ കിം ദത്തേ, മരം മറ്റുള്ളവരുടെ സുഖത്തിനായി എന്താണ് ധരിക്കുന്നത്, എന്താണ് വഹിക്കുന്നത്? വൃക്ഷഃ അന്യസുഖസ്യ ഹേതോഃ കുസുമപത്രഫലാവലീനാം ഭരം ദത്തേ, മരം മറ്റുള്ളവരുടെ സുഖത്തിനായി പൂക്കൾ, ഇലകൾ, ഫലങ്ങൾ എന്നിവയുടെ ഭാരമാണ് വഹിക്കുന്നത്, ധരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്ഥൂലപദാനി ആധൃത്യ പ്രശ്നനിർമ്മാണം കുരുത്ത്, അതായത് ബോൾഡ് ലെറ്റേഴ്സിൽ, അതായത് ബോൾഡ് വേർഡ്സിൽ എഴുതിയേക്കുന്നത് അടിസ്ഥാനമാക്കിയിട്ട് വേണം ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ. ഓക്കെ, നോക്കാം. വൃക്ഷാണാം ഫലാനി അപി പരാർത്ഥായ ഭവന്തി, മരങ്ങളുടെ ഫലങ്ങൾ പോലും മറ്റുള്ളവർക്കായിട്ടാണ് ഉണ്ടാവുക. ആർക്കായിട്ടാണ് ഉണ്ടാവുക എന്നാണ് ക്വസ്റ്റ്യൻ പറയേണ്ടത്. അപ്പം എങ്ങനെ എഴുതും? വൃക്ഷാണാം ഫലാനി അപി കസ്മൈ ഭവന്തി, വൃക്ഷങ്ങളുടെ ഫലങ്ങൾ പോലും ആർക്കായിട്ടാണ് ഉണ്ടാവുക? അടുത്ത നോക്കാം. തരവഃ സുവിഭൂതിഭിഃ സർവേഷാം കാമാൻ പൂരയന്തി, മരം സ്വന്തം വിഭൂതിയാൽ, സ്വന്തം സമ്പത്താൽ, അതിനെന്തൊക്കെയുണ്ടോ അതൊക്കെ കൊണ്ട് എല്ലാവരുടെയും ആഗ്രഹങ്ങളും നിറവേറ്റുന്നു. അപ്പം ആരുടെയൊക്കെ ആഗ്രഹങ്ങളാണ് നിറവേറ്റുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ വരേണ്ടത്, അല്ലേ? അപ്പം എങ്ങനെ എഴുതും? തരവഃ സ്വവിഭൂതിഭിഃ കേഷാം കാമാൻ പൂരയന്തി. അടുത്ത നോക്കാം. ചന്ദനപാദപഃ സമന്താത് സത്വൈഃ ആശ്രിതഃ വർത്തത്തെ, അതായത് ചന്ദനമരത്തിൻ്റെ 4 വശങ്ങളിലും ജീവജാലങ്ങളാൽ ആശ്രയപ്പെട്ടിരിക്കുന്നു. ആട്ടെ, അപ്പം എങ്ങനെ ക്വസ്റ്റ്യൻ വരിക? ചന്ദനപാദപഃ സമന്താത് കൈഃ ആശ്രിതഃ വർത്തത്തെ, ചന്ദനമരത്തിൻ്റെ 4 വശത്തിലും ആരൊക്കെയാലാണ് ആശ്രയപ്പെട്ടിരിക്കുന്നത്? അടുത്ത് നോക്കാം. തരവേ നമഃ അസ്തു, മരത്തിന് നമസ്കാരം ഉണ്ട്. ആർക്കായിട്ടാണ് നമസ്കാരം ഉള്ളത് എന്നാണ് ചോദ്യം വരേണ്ടത്. അപ്പം എങ്ങനെ എഴുതും? കസ്മൈ നമഃ അസ്തു. മഹാരുഹേഭ്യഃ അർത്ഥിനഃ നിരാശാഃ നായാന്തി, മരത്താൽ ചോദിക്കുന്നവൻ, അതായത് യാചിക്കുന്നവൻ, മരത്തോട് യാചിക്കുന്നവൻ നിരാശപ്പെടുകയില്ല. അപ്പം എങ്ങനെ ക്വസ്റ്റ്യൻ പറയണ്ടേ? ആരാണ് എന്നാ ക്വസ്റ്റ്യൻ പറയണ്ടേ, അല്ലേ? മരത്താൽ ആരാണ് നിരാശപ്പെടാതിരിക്കുക എന്നല്ലേ ക്വസ്റ്റ്യൻ പറയണ്ടേ? അപ്പം എങ്ങനെ എഴുതും? മഹിരുഹേഭ്യഃ കേ നിരാശാഃ നയാന്തി. അടുത്ത ചോദ്യം നോക്കാം. അധോലിഖിത പ്രശ്നാൻ യഥാനിർദ്ദേശം ഉത്തരത്ത്, താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾ എങ്ങനെയാണോ ഇൻസ്ട്രക്ഷൻ തന്നിരിക്കുന്നത് അതനുസരിച്ച് എഴുതുക. നോക്കാം. ധന്യ മഹിരുഹ യേഭ്യോ നിരാശാഃ യാന്തി നാർത്ഥിനഃ, അസ്മിൻ വാക്യേ കർത്തൃപദം കിം, ഈ സെന്റൻസിൽ കർത്തൃപദം ഏതാണ്? അർത്ഥിനഃ. ഗായന്തോ മൂഢമനുജാസ്തവ ദോഷഗാഥാഃ, അസ്മിൻ വാക്യേ മൂഢമനുജാഃ ഇതി കർത്തൃപദസ്യ കിം ക്രിയാപദം പ്രയുക്തം, ഈ സെന്റൻസിൽ മൂഢമനുജ എന്ന കർത്തൃപദത്തിന് എന്ത് ക്രിയാപദമാണ് പ്രയോഗിച്ചിരിക്കുന്നത്? ഗായന്തു. അടുത്ത നോക്കാം. നിംബ ത്വദീയ കടുത യദി ദാഹഹന്ത്രി, അസ്മിൻ വാക്യേ മധുരത ഇതി പദസ്യ കിം വിലോമപദം പ്രയുക്തമസ്തി, ഈ സെന്റൻസിൽ മധുരത, അതായത് സ്വീറ്റ്നസ് എന്ന പദത്തിന് എന്ത് വിലോമപദമാണ്, എന്ത് ഓപ്പോസിറ്റ് വേർഡാണ് പ്രയോഗിച്ചിരിക്കുന്നത്? കടുത. അഹോ ഏഷാം വരം ജന്മ സർവപ്രാണയുപജീവനം, അസ്മിൻ വാക്യേ വരം ഇതി പദസ്യ കിം വിശേഷപദം പ്രയുക്തമസ്തി,
ഈ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ വരം എന്ന പദത്തിന് എന്ത് വിശേഷ്യപദമാണ് പ്രയോഗിച്ചിരിക്കുന്നത്? ജന്മ. അടുത്ത് നോക്കാം. പാഠാത് യാചകാഹ ഇതി പദസ്യ പര്യായപദം ചിത്വാ ലിഖത്. പാഠത്തിൽ നിന്ന് യാചകാഹ എന്ന പദത്തിന് പര്യായ പദം, ഒരേ അർത്ഥം വരുന്ന പദം കണ്ടെത്തി എഴുതുക. എന്താ വരിക? അർത്ഥിനഃ. അടുത്ത ചോദ്യം നോക്കാം. സമുചിതാൻ വിപര്യായാൻ ചിത്വാ ലിഖത്. അതായത് വേർഡ്സ് തന്നിട്ടുണ്ട്, കറക്റ്റായിട്ട് ഉചിതമായത് എന്തോ അതെടുത്ത് എഴുതുക. ഇവിടെ ഓപ്പോസിറ്റ് വേർഡാണ് കണ്ടെത്തി എഴുതേണ്ടത്. ഓക്കെ, നോക്കാം. കടുത, മധുരത. ദോഷഗാഥാഃ, ഗുണഗാഥാഃ. ജന്മ, മരണം. ആതപഃ, ഛായ. നിരാശ, ആശ. ഓക്കെ, അടുത്ത് നോക്കാം. കോഷ്ടകാത് ശുദ്ധം അർത്ഥം ചിത്വാ ലിഖത്. അതായത് ഇവിടെ ബ്രാക്കറ്റിൽ 2 വേർഡ്സ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഏതാണോ തന്നിരിക്കുന്ന വേർഡിന് ശുദ്ധ അർത്ഥം വരുന്നത്, കറക്റ്റ് മീനിങ് വരുന്നത്, അതെടുത്ത് ബ്ലാങ്ക്സിൽ ഫിൽ ചെയ്യുക. ഓക്കെ, അതാണ് ഇവിടെ ചെയ്യേണ്ടത്. നോക്കാം. ഘർമഃ, ആതപഃ. ദാരുഭിഃ, കാഷ്ടൈഃ. മഹിരുഹാഃ, വൃക്ഷാഃ. സമന്താത്, സർവതഃ. പ്ലവംഗൈഃ, വാനരൈഃ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അധോലിഖിതസ്യ ശ്ലോകസ്യ സമുചിതം ശീർഷകം ചിനുത്. താഴെ തന്നിരിക്കുന്ന ശ്ലോകത്തിന് ഉചിതമായ ഒരു ടൈറ്റിൽ കണ്ടെത്തുക. ഓക്കെ, നോക്കാം. മൂലം ഭുജംഗൈഃ ശിഖരം പ്ലവംഗൈഃ. ശാഖാവിഹംഗൈഃ കുസുമാനി ഭൃംഗൈഃ. നാസ്തൈവ തച്ഛന്ത പാദപസ്യ യന്നാശ്രിതം സത്വഭരൈഃ സമന്താത്. ഏതാണ് കറക്റ്റായിട്ട് ഒരു ടൈറ്റിൽ കൊടുക്കാൻ പറ്റുക നമുക്ക്? ആശ്രയദാത ചന്ദനപാദപഃ. ആട്ടെ, നമ്മൾ ആ ഒരു ടൈറ്റിൽ തന്നെ എന്താണ് കൊടുത്തത്? എന്താന്ന് വെച്ചാൽ ചന്ദനമരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും, വേരിലും ശിഖരത്തിലും ശാഖകളിലും പൂക്കളിലും എല്ലാം തന്നെ ഓരോ ജീവജാലങ്ങളും ആശ്രയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഓക്കെ, അടുത്ത നോക്കാം. കൈഹി കിം ആശ്രിതം ഇതി വിചാര്യ സമുചിതം മേലനം കുറുത്ത്. ആരാലാണ് ആശ്രിതമായിരിക്കുന്നത് എന്ന് കണ്ടെത്തി എന്ത് ചെയ്യണം? മാച്ച് ചെയ്യണം. ഓക്കെ, ഭുജംഗൈഹി മൂലം, പ്ലവംഗൈഹി ശിഖരം, വിഹംഗൈഹി ശാഖാഃ, ഭൃംഗൈഹി കുസുമാനി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കഥനമാദ്രിത്യ വൃക്ഷസ്യ നാമ ലിഖത്. സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിട്ട് ഏത് മരത്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് ഉള്ളതെടുത്ത് എഴുതണം. ഓക്കെ, എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അഹം ഛായാരഹിതഃ സന്നപി മധുരഫലൈഃ സർവാൻ തർപ്പയാമി. ഉദ്ദേശിക്കുന്നത് എനിക്ക് തണൽ തരാൻ കഴിഞ്ഞില്ലേലും മധുരമായ ഫലങ്ങൾ നൽകി എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നു. ഏതാണ് ആ വൃക്ഷം? ഖർജൂര വൃക്ഷഃ. മമ കടുത ദാഹഹന്ത്രി പരം പിത്തതാപാൻ ദൂരീകരോമി. എൻ്റെ കയ്പ് നീറ്റലിനെ ശാന്തമാക്കുന്നു, അതുപോലെ പിത്തത്തിൻ്റെ ചൂടിനെ അകറ്റുന്നു. ആരാണ് ഞാൻ? നിംബവൃക്ഷഃ, വേപ്പിൻ മരം. വസന്തേ പ്രാപ്തേ പുഷ്പസൗരഭഫലപ്രചൂരാഃ മേ ശാഖാഃ സന്തി. വസന്ത ഋതുവിൽ എൻ്റെ ശാഖകളിൽ പൂവും സുഗന്ധവും അതുപോലെ ആവശ്യത്തിനേറെ ഫലങ്ങളാലും നിറയുന്നു. ആരാണ് ഞാൻ? ആമ്രവൃക്ഷഃ, മാവ്. മമ മൂലേ ഭുജംഗാഃ സന്തി. എൻ്റെ വേരിൽ പാമ്പുകളുണ്ട്. തഥാപി പരതാപം നാശയാമി. എന്നിട്ടും ഞാൻ മറ്റുള്ളവരുടെ താപത്തെ നശിപ്പിക്കുന്നു, ഇല്ലാണ്ടാക്കുന്നു. ആട്ടെ, ഏത് വൃക്ഷത്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ചന്ദനവൃക്ഷഃ. അടുത്ത് നോക്കാം. അധോലിഖിതാനാം പങ്ക്തീനാം അന്വയം കുറുത്ത്. താഴെ തന്നിരിക്കുന്ന പങ്ക്തികൾക്ക് അന്വയം എഴുതുക. ഓക്കെ,
ഗായന്തോ മൂഢമനുജാസ്തവ ദോഷഗാതാഹ. എന്താ വരിക അവിടെ? മൂഢമനുജാഹ തവ ദോഷഗാതാഹ ഗായന്തി. യഹ സർവം അർപ്പയതി ചാന്യസുഖസ്യ ഹേതോഹു. എന്താ അവിടെ പറയണ്ടേ? യഹ അന്യസുഖസ്യ ഹേതോഹു ച സർവം അർപ്പയതി. നാസ്തേവ തച്ഛന്ദപാദപസ്യ യന്നാശ്രിതം സത്വഭരൈഃ സമന്താത്. ഇവിടെ ഏത് അന്വയാണ് വരേണ്ടത്? ചന്ദനപാദപസ്യ തത് ന ഏവ അസ്തി യത് സമന്താത് സദ്വഭരൈഃ ന ആശ്രിതം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അധോലിഖിതസ്യ അന്വയസ്യ പൂർത്തിം ഉചിത അവ്യയപദൈഃ കുരുത. താഴെ തന്നിരിക്കുന്ന അന്വയം ഉചിതമായ അന്വയ പദം പ്രയോഗിച്ച് എഴുതണം. അത് കംപ്ലീറ്റ് ആക്കണം. ഓക്കെ. ഇതിൻ്റെ അർത്ഥം എടുത്ത് ഞാൻ പറയണില്ല. ഇതിൻ്റെ ചാപ്റ്റർ എക്സ്പ്ലനേഷൻ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. അതൊന്ന് കാണുക. അപ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, നോക്കാം എന്താ വരികയെന്ന്. ആമ്ര യദ്യപി ദിവസാഹ ഗതാഹ യേ പുഷ്പസൗരഭഫലപ്രചൂരാः ഭവന്തി സ്മ ഹന്ത തഥാപി സംപ്രതി ഛായയാ ഏവ ജനാനാം അതിതാപം ദലയസി. അടുത്ത നോക്കാം. അസ്മിൻ അന്വയേ ക്രിയാപദാനി റിക്തസ്ഥാനാനി സന്തി താനി തത്ര ലിഖത. അതായത് ഇവിടെ പറയുന്നത് ഈ അന്വയങ്ങളിൽ ക്രിയാപദങ്ങൾ വരേണ്ട സ്ഥലം ബ്ലാങ്ക് ആണ്. ഓക്കെ. താനി തത്ര ലിഖത്. ആ ക്രിയാപദങ്ങൾ ഏതൊക്കെയാണോ വരേണ്ടത് അതവിടെ എടുത്ത് എഴുതുക. അതായത് ഈ ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യുക. അതാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. യഹ വൃക്ഷഃ കുസുമപത്ര ഫലാവലീനാം ഭരം ദത്തേ ഘർമവ്യഥാം വഹതി ശീതഭവാം രുജം ച യഹ അന്യസുഖസ്യ ഹേതോഃ ച സർവം അർപ്പയതി തസ്മൈ വദാനി ഗുരവേ തരവേ നമഃ അസ്തു. അപ്പം എല്ലാവർക്കും ഈ ചാപ്റ്ററിൻ്റെ എക്സസൈസ് എക്സ്പ്ലനേഷൻ ക്ലിയർ ആയെന്ന് കരുതുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ ഉറപ്പായും ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മടി കാട്ടരുത്. അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൊന്ന് മെൻഷൻ ചെയ്യുക. അതുപോലെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ടാവും. അതും കൊണ്ടൊന്ന് ഇനേബിൾ ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്